ഡസ്കി സ്കിൻ ടോണിന് പറ്റിയ 6 അഫോർഡബിൾ ഫൗണ്ടേഷൻസ് നോക്കിയാലോ? അപ്പോൾ ഡിലേ ആക്കണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഫൗണ്ടേഷൻ എല്ലാവരുടെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. മേബിലിന്റെ ഈ ഒരു ഫിറ്റ് മീ ഫൗണ്ടേഷൻ. ഇതിലെ എന്റെ ഷെയ്ഡ് 332 ഗോൾഡൻ കാരമൽ ആണ്. ഞാൻ ആദ്യമേ ഷെയ്ഡ്സ് അങ്ങ് പറഞ്ഞേക്കാം. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഫൗണ്ടേഷന്റെ വീഡിയോസ് ഒക്കെ കാണുന്നത് കൂടുതലും ഷെയ്ഡ് മാച്ച് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഞാൻ പല വീഡിയോസ് കാണുമ്പോഴും അവർ ഈ ഷെയ്ഡ്സ് ഒന്നുകിൽ ലാസ്റ്റ് അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും. നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി പോകും ഈ ഷെയ്ഡ്സ് നോക്കിയിരുന്നു. സോ അപ്പൊ ഞാൻ ആദ്യമേ ആ ഷെയ്ഡ്സ് അങ്ങ് പറയാം. എനിക്കറിയാം നിങ്ങളുടെ കൺസേൺ എന്താ. എന്തായാലും എന്റെ ഒരു ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആണത്. കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഫൗണ്ടേഷൻ ആണ്. പക്ഷെ ആദ്യം ഞാൻ മേടിക്കുമ്പോൾ ഞാൻ മേടിച്ചത് 330 ടോഫി ഷെയ്ഡായിരുന്നു. പക്ഷെ അതെനിക്ക് ഡാർക്ക് ആയിരുന്നു. പക്ഷെ എനിക്ക് അന്ന് അത് മനസ്സിലായില്ല. ഞാനത് അപ്ലൈ ചെയ്തപ്പോൾ ഭയങ്കര ആഷി ആയിട്ടും ഫേസ് ഭയങ്കര ഡാർക്ക് ആക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൗണ്ടേഷൻ ഇങ്ങനെ ആയിരിക്കും, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതെന്റെ ഷെയ്ഡ് അല്ലായിരുന്നു. പിന്നാണ് ഞാൻ ഈ 332 മേടിച്ചത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ഓക്സിഡൈസ് ആകും. അതാണ് ഈ മേബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷൻസിന്റെ ഒക്കെ ഒരു പ്രശ്നം. എത്രയൊക്കെ നമ്മൾ ഓക്സിഡൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുത്താലും ഇതൊരു പൊടിക്ക് ഓക്സിഡൈസ് ആവും. പക്ഷെ കുഴപ്പമില്ല, നമുക്കൊരു ഹൈലൈറ്റിംഗ് കൺസീലർ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, വലിയ പ്രശ്നമില്ല. ഇത് മീഡിയം ടു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ്. ഫേസിൽ നല്ല കംഫർട്ടബിൾ ആണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. അറൌണ്ട് 12 hours ഒക്കെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് വന്നിട്ട് എൻവൈബയുടെ ഈ ഒരു സിറം ഫൗണ്ടേഷൻ ആണ്. ഇതൊരു 3-in-1 സിറം ഫൗണ്ടേഷൻ ആണ്. ഇതിൽ എന്റെ ഷെയ്ഡ് വന്നിട്ട് 14 വാം ഹണി ആണ് എന്റെ ഷെയ്ഡ്. ഡെയിലി യൂസിന് പറ്റിയ ഒരു ഫൗണ്ടേഷൻ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഫേസിൽ, ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു ലൈറ്റ് ടു മീഡിയം കവറേജ് ആണ് ഇത് തരുന്നത്. ആൻഡ് ഇതിന്റെ ലാസ്റ്റിംഗ് പവർ ഒരു 4 to 5 hours ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. ഇതൊരു സിറം ഇൻഫ്യൂസ്ഡ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിന്റർ സീസൺസിലൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ലതായിരിക്കും. കാരണം ഫേസ് ഒരുപാട് ഡ്രൈ ആവുന്ന സമയമാണല്ലോ. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ഫൗണ്ടേഷൻ വന്നിട്ട് മാർസിന്റെ ഒരു ബ്ലോസം സോഫ്റ്റ് മാറ്റ് ആണ്. ഇതിൽ എന്റെ ഷെയ്ഡ് പ്യോർ ബീച്ച്. നല്ലൊരു മാറ്റ് ഫിനിഷ് ഒക്കെ തരും. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഷെയ്ഡ് റേഞ്ച് ആണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ്. അതായത് 104 പ്യോർ ബേജ് ആണ് ലാസ്റ്റ് ഷെയ്ഡ്. ആൻഡ് ഈ ഷെയ്ഡ് ഓൾസോ എനിക്കൊരു ഹാഫ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ട് തോന്നും. ഒരു ഹാഫ് ഷെയ്ഡോളം എനിക്കിത് ലൈറ്റർ ആണ്. എനിക്ക് ഫൗണ്ടേഷൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതൊരു മീഡിയം ടു ഒരു ഫുൾ കവറേജ് തരും. ആൻഡ് ഓൾസോ ആ സൂപ്പർ മാറ്റ് ഫിനിഷും ആണ്. ലാസ്റ്റിംഗ് പവർ ആണെങ്കിലും 12 hours ഒക്കെ ഇത് എന്തായാലും ലാസ്റ്റ് ചെയ്യും. അടുത്തത് ഫേസസ് കാനഡ ഓൾ ഡേ ഹൈഡ്രാ മാറ്റ് ഫൗണ്ടേഷൻ ആണ്. ഇതിൽ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് വാം സാൻഡ് ആണ്. യെസ്, വാം സാൻഡ് ആണ് ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ്. പക്ഷേ ഇതെനിക്കൊരു ഹാഫ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു 1 ഷെയ്ഡ് ഒക്കെ ഒന്ന് ഡാർക്കർ ആണ്. ആൻഡ് ഇത് വെറുതെ ലാസ്റ്റ് ഷെയ്ഡ് ആണെന്നാണ് എന്റെ വിശ്വാസം. യെസ്, ലാസ്റ്റ് ഷെയ്ഡ് ആണ്. ഇത് സൂപ്പർ കംഫർട്ടബിൾ ആണ് ഫേസിൽ. ഡെയിലി യൂസിന് പറ്റിയ ഒരു ഫൗണ്ടേഷൻ ആണ്. ശരിക്കും ഇത് തരുന്നത് ഒരു ഹൈഡ്രേറ്റിംഗ് മാറ്റ് ഫിനിഷ് തന്നെയാണ്. ലൈറ്റ് ടു മീഡിയം കവറേജ് ആണ്. ഒരു 8 to 9 hours ഒക്കെ എന്തായാലും ലാസ്റ്റ് ചെയ്യും. ആൻഡ് എൻവൈബയുടെ പോലെ തന്നെ ഇതും ഒരു 3-in-1 ഫൗണ്ടേഷൻ ആണ്. ഒരു ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ, അതാണ് അവർ പറയുന്നത്. ഇനി വന്നിട്ട് ലാക്മേയുടെ ഈ ഒരു സൂപ്പർ ഗ്ലോ സ്കിൻ പെർഫെക്റ്റിംഗ് ടിന്റ്. ഇതിൽ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് ന്യൂട്രൽ ആൽമണ്ട് ആണ്. ഇത് എന്റെ അണ്ടർടോൺ അല്ല. പക്ഷെ കുഴപ്പമില്ല, ഇത് ഒരു ഫൗണ്ടേഷൻ അല്ല, ഒരു സ്കിൻ ടിന്റ് സംഭവമാണ്. അപ്പൊ ആ ഒരു ലൈറ്റ് കവറേജ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യും. ഡെയിലി യൂസിന് പെർഫെക്റ്റ് ആണ്. ഫേസിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. 3 to 4 hours ഒക്കെ എന്തായാലും ഇത് ലാസ്റ്റ് ചെയ്യും. ഡെയിലി യൂസിന് വലിയ കവറേജ് ഒന്നും വേണ്ടാത്ത ഒരു ഷിയർ ടു ലൈറ്റ് കവറേജ് വേണ്ട ഒരു ഫൗണ്ടേഷൻ അല്ലെ, അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ് ലാക്മേയുടെ ഒരു സ്കിൻ ടിന്റ്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഫൗണ്ടേഷൻ ഇത്രയും കാണിച്ച ഫൗണ്ടേഷൻസിന്റെ പ്രൈസ് റേഞ്ചിൽ വെച്ചിട്ട് കുറച്ച് ഹയർ ആണ്. ആൻഡ് എന്റെ കയ്യിലുള്ള കുറച്ച് ഇത്തിരി പ്രൈസ് കൂടിയ ഒരു ഫൗണ്ടേഷൻ, അധികം ഒന്നുമില്ല. ഇത് മേക്കപ്പ് റെവല്യൂഷന്റെ കൺസീൽ ആൻഡ് ഡിഫൈൻ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ്. ഇതിൽ എന്റെ ഷെയ്ഡ് വന്നിട്ട് F12.2. നിങ്ങൾ എന്റെ സെയിം സ്കിൻ ഷെയ്ഡ് ആണെങ്കിൽ ഈ F12.2 നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. ആൻഡ് ഈ ഫൗണ്ടേഷന്റെ ഒരുപാട് ഷെയ്ഡ് റേഞ്ചസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഇതൊരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ്. മോർ ദാൻ 12 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ഫുൾ കവറേജ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു കൺസീലർ പോലെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്, ജസ്റ്റ് ഡാർക്ക് സ്പോട്ട്സ് മാത്രം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഈ കാണിച്ച ഫൗണ്ടേഷൻസിന്റെ എല്ലാ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.